ഹലോ വ്യൂവേഴ്സ്, നമ്മളെ വ്യൂവേഴ്സിനും നമ്മളെ സബ്സ്ക്രൈബേഴ്സിനും ഈ 2026 വളരെ നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കക്കാർ കോഴി വളർത്തലിൽ ചെറിയ ചെറിയ തെറ്റുകൾ വരുത്തലുണ്ട്. തെറ്റുകളല്ല, അബദ്ധങ്ങളെന്ന് വേണമെങ്കിലും പറയാം. അറിവില്ലായ്മ കൊണ്ടാണ്. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് പോയിൻ്റായിട്ട് ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ കോഴിനെ അടവെക്കണ കാര്യം കേട്ടോ. അടവെക്കുക എന്നുണ്ടെങ്കിൽ ഒരുവിധ ആൾക്കാർക്കൊക്കെ കോഴി പൊരുതിയോ ഇല്ലയെന്ന് അറിയില്ല. അപ്പോൾ ചിലപ്പോൾ കോഴി ഈ ലാസ്റ്റ് മുട്ട മുട്ടകളിട്ട് ലാസ്റ്റ് മുട്ട ഇടുമ്പം തന്നെ ഇപ്പോൾ ഒരു 8 മുട്ട ഇടുന്ന കോഴിയാണെങ്കിൽ ഒരു 6 മുട്ട ഇടുമ്പം തന്നെ അത് പൊരുതി ലക്ഷണം കാണിക്കും. അപ്പം തന്നെ അതിനെ പിടിച്ച് അട വെക്കേണ്ട ആവശ്യമില്ല. നല്ലോണം പൊരുതിയതിൻ്റെ ശേഷം, പ്രത്യേകിച്ച് കന്നിപ്പിടാകുമ്പോൾ നല്ലോണം പൊരുതിയതിൻ്റെ ശേഷം മാത്രം അട വെക്കുക. എന്നാൽ പിന്നെ ഒരു ടെൻഷനും ഇല്ല, കോഴി നല്ലപോലെ അട ഇരുന്നോളൂ. പിന്നെ അട വെക്കുമ്പോൾ എത്ര മുട്ടകൾ അട വെക്കുക എന്നുള്ളതും ഭയങ്കര ഒരു ഇതാണ്. ഓരോരുത്തർക്ക് സംശയമാണ്. ചിലർ വിചാരിക്കും കോഴി ഇടുന്ന അത്രയും മുട്ടകൾ അട വെക്കണോ. നമ്മളൊരു സബ്സ്ക്രൈബർ നമ്മളടുന്ന് കോഴി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5-6 മാസം മുന്നേ വാങ്ങി. അപ്പോൾ ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ ആഴ്ച എങ്ങാനും മെസ്സേജ് ഇട്ട് നിങ്ങളടുത്ത് വാങ്ങിയ കോഴിയൊക്കെ വലുതായി മുട്ടയിട്ട് അട വെച്ച് വിരിച്ച് ഒരൊറ്റ കുട്ടിയെ വിരിഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എത്ര മുട്ട അട വെച്ച്? 17 മുട്ട അട വെച്ചിട്ടുണ്ട്. കന്നിപ്പടക്കാണ് വെച്ചത്. അപ്പോൾ പിന്നെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ്. കന്നിപ്പടക്ക് ആരെങ്കിലും 17 മുട്ട വെക്കുമോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ വെയിറ്റ് ചെയ്യ്, 2 ദിവസം കൂടി വെയിറ്റ് ചെയ്യ്, എത്രയും കൂടി വിരിയും നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്കൊരു 4 കുട്ടികളെ കിട്ടി. ആകെ 17 വെച്ചതിൽ 4 കിട്ടി. നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ല മക്കളാട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും മുട്ടകളൊക്കെ അട വെക്കുമ്പോൾ ശരിക്കും കന്നിപ്പട ഒരു അഗ്രസീവ് ആയിരിക്കും. അത് ഇരിക്കാൻ തന്നെ കൂട്ടക്കൂല. ഈ കോഴി അങ്ങനെ ഇരുന്ന് കിട്ടിയത് തന്നെ വലിയ ഭാഗ്യം. ശരിക്കും അങ്ങനെ ഒന്നും ചെയ്യരുത്. കന്നിപ്പട എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് ശീലമാവണ കോഴിയാണ്. ചിലർക്കൊക്കെ എതിരഭിപ്രായം ഉണ്ടാവുമ്പോൾ 10-12 വെക്കുന്നുണ്ട് എന്നൊക്കെ പറയണവരുണ്ടാവും. അത് ഓരോരുത്തരുടെ ഇഷ്ടം. പക്ഷേ ശരിയായ രീതി കന്നിപ്പടക്ക് ഒരു 5 മുതൽ 7 വരെയുള്ള മുട്ടകൾ വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അത് ഇരുന്ന് ശീലമായതിൻ്റെ ശേഷം മാത്രം പിന്നെ രണ്ടാമത്തെ അടയിലൊക്കെ നമുക്ക് അതിന് ഇരിക്കാൻ പാകത്തുള്ള അത്രയും മുട്ടകൾ വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഫസ്റ്റ് തന്നെ ആദ്യം കന്നിപ്പട തന്നെ പൊരുതിയ പാടന്നെ അതിന് ആകെ 17-18 മുട്ട ഒന്നും വെച്ച് കൊടുക്കാൻ പാടില്ല. തെറ്റായ ഒരു രീതിയാണത്. അപ്പോൾ കന്നിപ്പട എന്നല്ല, ഇനി ഏത് കോഴിയാണെങ്കിലും ചെറിയ സൈസ് കോഴിയാണെങ്കിലും അതിന് ഇരിക്കാൻ പാകത്തിൽ അതിന് കവർ ചെയ്തിരിക്കാൻ പറ്റുന്ന അത്രയും മുട്ടകൾ നമ്മൾ വെച്ച് കൊടുക്കുക. അല്ലാതെ ഒരു ഇൻക്യുബേറ്ററിൽ വെക്കണ പോലെ ഒന്നായിട്ടൊന്നും ഒരു കോഴിക്ക് ഒരിക്കലും വെച്ച് കൊടുക്കരുത്. കോഴിനോട് ചെയ്യണ ഒരു ദ്രോഹമാണത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പൂവന് എത്ര പെടകൾ വേണമെന്നുള്ളത്. അത് പലർക്കും പല അഭിപ്രായമുണ്ട്. ഒരു പൂവന് 5 പെട മതി, 8 പെട മതി, അത്ര പെട വേണം എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. പിന്നെ 4 പെടയാണ് ആരോഗ്യകരമായിട്ടൊരു ഇത് വേണ്ടത്. അങ്ങനെ ശരിക്ക് ഒരു പൂവന് 4 പെട, 5 പെട, 8 വരെ മാക്സിമം പോകാമെന്നാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ ഒരു പൂവന് 8 പെട തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല. ഒരു പൂവന് മാക്സിമം 8 പെടകൾ വരെ പോകാം. ഈ 8 പെടകൾ എന്ന് പറഞ്ഞാൽ ഈ 8 പെടകളും ഫുൾ ടൈം പൂവൻ്റെ കൂടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഈ 8 പെടകൾ ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ 4 ആൾ മുട്ടയിട്ട് അടയായിട്ടുണ്ടാവും. ബാക്കി 4 ആളെ പുറത്തുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ 5 ആൾ പുറത്തുണ്ടെങ്കിൽ 3 ആൾ പൊരുത്തി കിടക്കുകയായിരിക്കും. അങ്ങനെയായിരിക്കും. അല്ലാതെ ഈ 8 ആൾ ഒന്നായിട്ട് ഫുള്ളായിട്ട് ഉണ്ടാവും എന്നല്ല പറഞ്ഞത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴികൾക്ക് അസുഖമാവുന്ന പ്രശ്നമാണ്. കോഴിക്കുട്ടികൾക്ക് അസുഖമാകുമ്പോൾ ഒരുവിധ ആൾക്കാരൊന്നും മാറ്റിയിടണേ ഇല്ല, കൂടില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഇങ്ങനത്തെ ഒരു കൂട് ഈ കോഴി വളർത്തുന്ന ആൾക്കാർക്ക് വളരെ വളരെ ആവശ്യമുള്ളൊരു കൂടാണ്. ഇതിന് 1500-നുണ്ട്, 900 എത്രണ്ണുണ്ട്, ഓരോ റേറ്റിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കട്ടോ. ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടാണ്ട് ഈ ഒരു കൂട്. ഞാൻ വാങ്ങാൻ പറ്റാത്തവർ ഇതേപോലത്തെ ബോക്സ് എല്ലാ പലചരക്ക് കടയിൽ ചെന്നാലും കിട്ടും. നമുക്ക് എത്ര കോഴിക്കുട്ടികളുണ്ട് വെച്ചാൽ അതിന് പാകമുള്ള ബോക്സ് എടുക്കുക, സൈഡിൽ 4 ഭാഗത്തും ഹോൾസ് ഇടുക, അടിയിൽ പേപ്പർ വിരിക്കുക. എന്നിട്ട് ഈ വയ്യാത്ത കോഴിക്കുട്ടി പെട്ടെന്ന് ചാടി പോകുന്നില്ല. വയ്യാത്ത കോഴിക്കുട്ടിക്ക് എപ്പോഴും ഒരു ആരോഗ്യക്കുറവായിരിക്കും. അപ്പോൾ അതിനെ ഇതിൽ തന്നെ ഇടുക, ബോക്സിലിടുക. എന്നിട്ട് ഭക്ഷണവും വെള്ളമൊക്കെ ഇതിൽ തന്നെ കൊടുക്കുക, മരുന്ന് കൊടുക്കുക. രാത്രി ഇതെടുത്തിട്ട് പിന്നെ അകത്തേക്ക് വെക്കുക, വർക്ക് ഏരിയയിലോ എവിടേക്കെങ്കിലുമൊക്കെ വെക്കുക, പുറത്ത് വെക്കാതെ. അങ്ങനെയൊക്കെ ചെയ്യുക. അങ്ങനെയാണ് ക്വാറൻറ്റൈൻ ചെയ്യേണ്ടത്. അല്ല കൂടില്ല എന്നും പറഞ്ഞാണ്ട് ഒരു കോഴിക്കുട്ടിക്ക് വയ്യാതെ അതിനെ മാറ്റിയിടൂല. പിന്നെ എല്ലാവർക്കും അസുഖം വരും ചെയ്യും. ഒന്നിന് വന്നാൽ എല്ലാത്തിനും വരും, ഉറപ്പാണ്. അപ്പോൾ ഈ വയ്യായ്മ വന്നതിനെ എന്തായാലും മാറ്റിയിടണം. ഈ വലിയ കോഴിയാണെങ്കിലും നമുക്ക് കുറച്ചുകൂടി ഹൈറ്റുള്ള കാർഡ്ബോർഡ് ബോക്സൊക്കെ കടയിൽ നിന്ന് കിട്ടാനുണ്ട്. ഈ കൂടില്ലാത്തവർ ഇങ്ങനെയൊക്കെങ്കിലും ചെയ്യാം കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ ചില വീടുകളിലൊക്കെ 3-4 പൂവന്മാരുണ്ടാവും, ഒരൊറ്റ പെട ഉണ്ടാവുള്ളൂ. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ഫാമിൽ ഉണ്ടാക്കരുത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പെടക്കോഴി അത്രയും വേഗം തന്നെ ചത്തുപോകും. അതുണ്ടാവുക എല്ലാവരും കൂടി കൊത്തി ചവിട്ടി അത് ചത്തുപോകും. അതുകൊണ്ട് കുറേ പൂവന്മാരും ഒരൊറ്റ പെടക്കോഴിയും ആണെങ്കിൽ എന്ത് ചെയ്യുക വെച്ചാൽ ഒന്നെങ്കിൽ ആ പൂവന്മാരൊക്കെ സെയിലാക്കുക, അല്ലെങ്കിൽ പെടക്കോഴിനെ തുറന്നു വിടാതെ വെക്കുക. അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. അല്ലാതെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഉപദ്രവിച്ചിട്ട് അത് ചത്തുപോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പിന്നുള്ളതാണ് വാക്സിൻ്റെ കാര്യം. വാക്സിൻ ഓരോരുത്തർ ഞങ്ങൾ 2 തുള്ളി കൊടുക്കലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഉറപ്പായിട്ടും സൈഡ് എഫക്റ്റ് വരും. കാല് തളർന്ന് കൊഴിഞ്ഞു പോകും കോഴി ട്ടോ. ഒരൊറ്റ തുള്ളിയാണ് ഒരു കോഴിക്ക് കൊടുക്കേണ്ടത്. ലസോട്ട ആണെങ്കിലും IBD ആണെങ്കിലും ഒക്കെ. അതും വാക്സിൻ്റെ എത്ര വാക്സിൻ കൊടുക്കണം നമ്മളെ കമ്മ്യൂണിറ്റി ടാബിൽ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്. അത് കോഴി വളർത്തൽ കേന്ദ്രത്തിലെ ടാബാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതേ രീതിയിൽ അതേ ദിവസങ്ങളിൽ അത് കൊടുത്താൽ മതി.
പിന്നുള്ളതാണ് അടക്കോഴികളെ ആരും അധികം ശ്രദ്ധിക്കൂല. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ എത്രയോ മുന്നേ ചെയ്തിട്ടുണ്ട്. ഈ നെഞ്ചുണക്ക് എന്ന് പറഞ്ഞ രോഗം അധികം പിടിപെടുന്നത് അടക്കോഴികൾക്ക് തന്നെയാണ് കേട്ടോ. അതായത് അധികം ആരും ശ്രദ്ധിക്കൂല. അത് മേലൊരുമാതിരി ചെള്ള് പോലത്തെ സാധനം വന്നിട്ട് പിന്നെ ഒന്നായിട്ട് അയിറ്റുങ്ങളെ ചോരൊക്കെ ഊറ്റി കുടിച്ചിട്ട് അയിറ്റുങ്ങൾ ആവശ്യമായിട്ട് പെട്ടെന്ന് ചത്തു പോകണം. അത് ഹാർട്ട് അറ്റാക്ക് വരണമെന്നല്ല, ഈ നെഞ്ചുണക്ക് വന്നിട്ട് ക്ഷീണമായിട്ട് ചത്തു പോകണതാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ അടക്കോനെ ഡെയിലി പുറത്ത് വിടണം. പുറത്ത് വിട്ടാൽ പോരാ, നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് എടുത്തിട്ട് തന്നെ നോക്കണം അതിൻ്റെ മേലെ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൾ ചെയ്യും വേണം എന്തായാലും. അല്ലാതെ നമ്മൾ അട വെച്ചിട്ട് 21ാമത്തെ ദിവസം പോയിട്ട് വിരിഞ്ഞോന്ന് മാത്രം പോയി നോക്കലല്ല. അതിൻ്റെ മുന്നേ അടക്കോയ്ക്ക് നല്ല ശ്രദ്ധ കൊടുക്കണം. അടക്കോകളെ കെയർ ചെയ്യേണ്ട വീഡിയോ ഒക്കെ നമ്മളിതിൽ ഇട്ടിട്ടുണ്ട്. ഒരു വീഡിയോ അല്ല, 2 എണ്ണമൊക്കെ ഇതിൽ ഇഷ്ടംപോലെ നമ്മളെ ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കോഴിക്കുട്ടികളെ എപ്പം തൊട്ട് തുറന്ന് വിടാമെന്ന് ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്. അത് ശരിക്ക് കീരിക്കും എന്താ പറയുക പരുന്തിനൊന്നും കിട്ടാത്ത രീതിക്ക് പോകണമെങ്കിൽ ഒരു 4 മാസം എന്തായാലും ആവേണ്ടി വരും. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പുറത്ത് നെറ്റ് കൂട് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് വിടാം. പുറത്ത് തീരെ വിടാതെ കണ്ട മണ്ണിൽ കുളിക്കാൻ അവർക്ക് അസുഖം വരും. അപ്പോൾ നെറ്റ് കൂടിലേക്ക് വിടുക. പിന്നെ ഒരു 4 മാസം ആയതിൻ്റെ ശേഷം ഏകദേശം ഒരു സൈസ് ആയതിൻ്റെ ശേഷം മാത്രം തുറന്ന് വിട്ടാൽ മതി കേട്ടോ. ഫ്രീ ആയിട്ട് നമ്മൾ തുറന്ന് വിടുന്ന ആ ഒരു പ്രായത്തിലാണ്. പിന്നെ മരുന്നുകളെ പറ്റി പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് മരുന്നിനെക്കാട്ടിലും എപ്പോഴും നല്ലത് പച്ചമരുന്നാണ്. പച്ചമരുന്ന് അസുഖം വന്നതിൻ്റെ ശേഷമല്ല, അസുഖം വരുന്നതിന് മുന്നേ തന്നെ എല്ലാവരും പച്ചമരുന്നൊക്കെ കൊടുക്കാനായിട്ട് നോക്കുക കേട്ടോ.